ഹായ് ഹലോ, ജാനകിയുടെയും അഭിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ജാനകിയുടെയും അഭിയുടെയും ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില സത്യങ്ങൾ പുറത്താകുമ്പോൾ ചിലരുടെയൊക്കെ ജീവിതങ്ങൾ തകർന്നു പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ തമ്പിയെ കുറിച്ചുള്ള സത്യങ്ങൾ അറിയുകയും ജാനകിയുടെ അച്ഛൻ തമ്പിയാണെന്നുള്ള സത്യവും കൂടി അറിഞ്ഞപ്പോൾ തമ്പിയുടെ കുടുംബം തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നകുലിനെ കുറിച്ചുള്ള ചില രഹസ്യങ്ങൾ ഇപ്പൊ ചെറിയ സംശയങ്ങൾ മാത്രമേ അഭിക്കുള്ളൂ. എന്നാൽ ആ രഹസ്യവും കൂടി പുറത്തായാൽ ഉറപ്പായിട്ടും ജാനകിയുടെയും അഭിയുടെയും ജീവിതം തകരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. തമ്പി മാസമായിട്ട് അകത്ത് കയറി വരികയും ജാനകിയോട് പറയാനായിട്ട് ഈ ഒരു കാര്യത്തെപ്പറ്റി പറയാനായിട്ടാണ് വന്നത്. തൻ്റെ കുടുംബത്തെ തകർക്കാനായിട്ട് നോക്കുകയാണോ എന്നാണ് അഭിയോടും ജാനകിയോടും തമ്പി ചോദിച്ചത്. എന്നാൽ രാധാമണിയുടെ ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്താണ്, രാധാമണി ഇങ്ങനെ ഒരു ഭ്രാന്ത് എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയിലോട്ട് എത്താൻ കാരണം എന്തായിരുന്നു എന്ന് അഭി തമ്പിയോട് തുറന്നു പറയുകയാണ്. അന്ന് നിങ്ങൾ ആ ഒരു ഓർഫനേജിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നു. അതിനുശേഷം രാധാമണി ഭ്രാന്തിയായിട്ട് ഓർഫനേജിലായി. അവിടെ വെച്ച് രാധാമണിയെ തേടി നിങ്ങൾ അവിടെയും എത്തി. അവിടെ എത്തിയപ്പോൾ രാധാമണി നിങ്ങളെ കണ്ടു. നിങ്ങളെ കണ്ടതോടുകൂടി രാധാമണിക്ക് ടെൻഷനായി. അങ്ങനെ രാധാമണി ഭ്രാന്ത് പോലെ കിടന്ന് ഓടുകയും അവിടെ വെച്ചാണ് രാധാമണിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നത്, രാധാമണിക്ക് ഭ്രാന്ത് തുടങ്ങുന്നത്. എന്നാൽ അതിനു മുന്നേ തന്നെ മേരിക്കുട്ടിയമ്മയോട് രാധാമണി എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ എല്ലാ പ്രവർത്തികളെക്കുറിച്ചും രാധാമണി തുറന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഹോസ്പിറ്റലിൽ വെച്ച് രാധാമണി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ആ പെൺകുഞ്ഞാണ് ജാനകി. അവിടെ വെച്ച് രാധാമണിക്ക് വീണ്ടും അസുഖം കൂടി. രാധാമണി എവിടേക്കോ ഇറങ്ങിപ്പോയി. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് മേരിയമ്മയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ തൻ്റെ അച്ഛൻ്റെ കയ്യിലോട്ട്, സൂര്യനാരായണന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു. അച്ഛൻ ആ കുഞ്ഞിനെ വളർത്തി പഠിപ്പിച്ചു, നല്ലൊരു നിലയിൽ എത്തിച്ചു. എന്നിട്ട് ആ കുഞ്ഞിനെ അച്ഛൻ ഒരു നല്ല നിലയിൽ എത്തിച്ച് വിവാഹം കഴിപ്പിച്ച് തരികയും ചെയ്തു. എന്നെ കൊണ്ട് ജാനകി വിവാഹം കഴിപ്പിച്ചു. അപ്പോഴും അച്ഛൻ ഞങ്ങളോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ നിങ്ങൾ അന്ന് അച്ഛൻ്റെ മുന്നിൽ വെച്ച് ഒരുപാട് കുറ്റപ്പെടുത്തിയപ്പോൾ, ജാനകിയെ കുറ്റപ്പെടുത്തിയപ്പോൾ, നിനക്ക് തന്തയില്ല എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് കളിയാക്കിയത് അച്ഛന് സഹിച്ചില്ല. അങ്ങനെയാണ് അച്ഛൻ മരിക്കുന്നതിന് മുൻപ് തന്നോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതെന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ അഭി പറയുകയും അങ്ങനെ അതിൻ്റെ പേരിൽ സംസാരവും തുടങ്ങി. എന്നാൽ എനിക്ക് ഒരു മകള് മാത്രമേ ഉള്ളൂ, എനിക്കല്ലാതെ വേറെ ആരുമില്ല, എനിക്കൊരു കുടുംബമുണ്ട്. നിങ്ങളെ എൻ്റെ കുടുംബം തകർക്കാനായിട്ട് നോക്കുകയാണ്. 25 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ കഥകളെ കുറിച്ച് പറഞ്ഞ് എന്നെ വേദനിപ്പിച്ച് എൻ്റെ കുടുംബം തകർക്കാനായിട്ട് നോക്കുകയാണ് എന്ന് തമ്പി ജാനകിയുടെയും അഭിയുടെയും മുഖത്ത് നോക്കി പറഞ്ഞു. എന്നാൽ എനിക്കിങ്ങനെ ഒരു അച്ഛൻ്റെ ആവശ്യമില്ല. എനിക്കൊരു അച്ഛനുണ്ട്, അത് സൂര്യനാരായണനാണ്. തനിക്ക് ജാനകി എന്ന് പറയുന്ന പേര് തനിക്ക് പേരിടുകയും തന്നെ വളർത്തുകയും പഠിപ്പിക്കുകയും തന്നെ ഒരു നിലയിലെത്തിക്കുകയും തന്നെ മകളെ എന്ന് വിളിച്ച് സ്നേഹത്തോടുകൂടി നോക്കിയ ആ അച്ഛനാണ് തൻ്റെ അച്ഛൻ, അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. പിന്നെ ഞാൻ ഈ കേസും കൊണ്ട് വന്നത് എൻ്റെ അച്ഛനാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ടല്ല. നിങ്ങൾ എൻ്റെ അച്ഛനാണെന്ന് പറയുന്നത് പോലും എനിക്ക് അപമാനമാണ്. അങ്ങനെ നിങ്ങൾ എൻ്റെ അച്ഛനാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും തമ്പിയുടെ മകളാണെന്ന് പറഞ്ഞുകൊണ്ടേ ഞാൻ കേസ് കൊടുക്കത്തുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞാലും എല്ലാവരും എൻ്റെ അച്ഛനാണെന്നുള്ള രീതിയിൽ സംസാരിക്കും. എനിക്ക് അതുപോലും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടാണ് എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയായ രാധാമണിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് എന്ന് കൂടി തമ്പിയുടെ മുഖത്ത് നോക്കി ജാനകി പറയുകയും, ഇനിയും ഞാൻ കേസിന് പോകും, ഞാൻ കള്ളസാക്ഷിയെ വരുത്തുന്നുമില്ല, ഞാൻ ഇനിയും കേസിന് പോകും, കേസിൽ വിജയിക്കുകയും ചെയ്യും, നിങ്ങൾക്ക് ശിക്ഷ വാങ്ങിച്ച് തരികയും ചെയ്യുമെന്ന് ജാനകി വിളിച്ചു പറഞ്ഞു. അത് കേട്ടിട്ട് തമ്പി ഒന്നും ഞെട്ടി. എന്നിട്ട് ദേഷ്യത്തോടു കൂടി ജാനകി അകത്തോട്ട് പോയതിന് ശേഷമാണ് തമ്പി ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ഇത്രയും നാളും തമ്പി കുറ്റക്കാരനാണ്, തമ്പി മനഃപൂർവ്വം ജാനകിയുടെയും രാധാമണിയുടെയും ജീവിതം നശിപ്പിച്ചതാണ്. രാധാമണിയുടെ ജീവിതം നശിപ്പിക്കുകയും രാധാമണിയെ തെരുവിലേക്ക് വലിച്ചെറിയുകയും ചെയ്ത ആളാണ് തമ്പി. അങ്ങനെയുള്ള തമ്പിയെയാണ് ഇത്രയും നാളും നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ തമ്പിയുടെ ഉള്ളിലും ഉറങ്ങിക്കിടക്കുന്ന ചില രഹസ്യങ്ങളുണ്ട്.
ആ രഹസ്യങ്ങൾ പുറത്തായി കഴിഞ്ഞാൽ അളകാപുരിയെ തന്നെ തകർക്കുകയും ഇപ്പോ തന്നെ കുറ്റക്കാരനാക്കുന്ന എല്ലാവരും തന്നെ ചേർത്ത് പിടിക്കുകയും ചെയ്യും എന്ന രീതിയിൽ തമ്പി ചില വെളിപ്പെടുത്തലുകൾ നടത്തി. അതൊട്ടും അഭിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിയുടെ അച്ഛനായ സൂര്യനാരായണനെതിരെയായിരുന്നു തമ്പിയുടെ ചില വെളിപ്പെടുത്തലുകൾ. വേറൊന്നുമല്ല, നീ പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷേ നിങ്ങൾ അറിയാത്ത ചില കഥകൾ കൂടിയുണ്ട്. അതും സൂര്യനാരായണനെ കുറിച്ച്, സൂര്യനാരായണൻ അറിയാത്ത, അവൻ പറയാത്ത കഥകളെ കുറിച്ച്. ശരിയാണ് പറഞ്ഞത്. എനിക്ക് രാധാമണി ഇഷ്ടമായിരുന്നു. എനിക്ക് അത്രത്തോളം രാധാമണി ഇഷ്ടമായിരുന്നു. എനിക്ക് രാധാമണിയെ വിവാഹം കഴിക്കണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. വിവാഹം കഴിച്ച് അവൾക്കൊപ്പം ജീവിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അങ്ങനെ പക്ഷേ ആ ഒരു വിവാഹത്തിനെതിരെ നിന്നത് നിന്റെ അച്ഛനാണ്. രാധാമണിയെ ഞാൻ രണ്ടാമത് രാധാമണിയെ പീഡിപ്പിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ രാധാമണിയെ രണ്ടാമത് ഞാൻ തിരഞ്ഞു പോയത് രാധാമണിയെയും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും കൊല്ലാനായിട്ടായിരുന്നില്ല. അവളെ കണ്ടെത്തി അവളുടെ മനസ്സ് മാറ്റി അവളെ വിവാഹം കഴിപ്പിച്ച് ഒരുമിച്ച് ജീവിക്കാനായിട്ട് തന്നെയായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ, ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. അങ്ങനെ രാധാമണിയെ ഒരുപാട് തിരഞ്ഞു, പക്ഷെ കണ്ടെത്താൻ എനിക്ക് സാധിച്ചില്ല. എന്നാൽ അതിലും എനിക്ക് വിലങ്ങുതടിയായിട്ട് മാറിയത് നിന്റെ അച്ഛൻ സൂര്യനാരായണനായിരുന്നു. എനിക്ക് രാധാമണിയെ വിവാഹം കഴിക്കാൻ സാധിക്കാത്തതും രാധാമണിയിലേക്ക് എനിക്ക് എത്താൻ സാധിക്കാത്തതും നിന്റെ അച്ഛൻ കാരണമാണെന്ന് തമ്പി പറഞ്ഞു. എന്നിട്ട് തമ്പി ഒരു കാര്യവും കൂടി സൂചിപ്പിച്ചു. നിങ്ങളെല്ലാവരും ഞാൻ കുറ്റക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷേ സൂര്യനാരായണനെ കുറിച്ചുള്ള ചില രഹസ്യങ്ങൾ എൻ്റെ മനസ്സിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ രഹസ്യങ്ങൾ പുറത്തായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ പറയുന്നതെല്ലാം തന്നെ നിങ്ങൾ മാറ്റി പറയുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് തമ്പി പോയത്. പക്ഷെ അതെന്താണെന്ന് തമ്പി അങ്ങനെ പറഞ്ഞത് എന്ന് അഭിക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ തമ്പി ഇനിയും ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട്. ആ രഹസ്യങ്ങൾ ചിലപ്പോൾ അളകാപുരിയെ തന്നെ തകർത്തു എന്ന് വരും എന്നുകൂടി അഭിക്ക് മനസ്സിലായി. പക്ഷെ ഇതിനിടയിലും നകുലനെ കുറിച്ച് ആലോചിക്കാനും നകുലനെ കുറിച്ച് അന്വേഷിക്കാനും അഭി മറന്നില്ല. അഭി സക്കീർ ഭായിയെ കാണുകയും എന്നിട്ട് നകുലൻ പടവീടൻ എന്ന് പറയുന്ന ആളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് സക്കീർ ഭായിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ജാനകിയെ പറ്റിയോ അല്ലെങ്കിൽ നകുലൻ തന്നോട് പറഞ്ഞ കാര്യങ്ങളെ പറ്റിയോ ഒന്നും തന്നെ അഭി പറഞ്ഞില്ല. പകരം നകുലൻ എന്തോ ഒരു ബിസിനസ്മാൻ ആണ് എന്നൊക്കെ മാത്രമേ എനിക്കറിയാവൂ. അതിനെപ്പറ്റി ബാക്കി ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് നകുലന്റെ ബിസിനസ് ഡീറ്റെയിൽസും അവന്റെ കുടുംബം ആരാണ് എന്താണ് എന്നൊക്കെ അന്വേഷിക്കണം. നകുലൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായിട്ട് തയ്യാറായിരുന്നു എന്നും വിവാഹം മുടങ്ങിപ്പോയി എന്നുമാണ് അവൻ എന്നോട് പറഞ്ഞത്. അതെല്ലാം ശരിയാണോ എന്നുകൂടി അന്വേഷിക്കണം. നകുലൻ വിവാഹം കഴിക്കാനായിട്ടിരുന്ന പെൺകുട്ടി ആരാണെന്ന് കൂടി എനിക്ക് അറിയണം എന്ന് അഭി സക്കീർ ഭായിയെ പറഞ്ഞയച്ചു. സക്കീർ ഭായ് 2 ദിവസത്തിനകത്ത് വെച്ച് തന്നെ ഡീറ്റെയിൽസ് പറഞ്ഞ് അയക്കാമെന്നാണ് അഭിയോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിപ്പോഴും ജാനകി അറിഞ്ഞിട്ടില്ല. എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ മറ്റൊരു സംഭവം കൂടി അങ്ങ് പടന്നലത്ത് വിശ്വനാഥൻ തമ്പിയുടെ വീട്ടിൽ അരങ്ങേറുന്നുണ്ടായിരുന്നു. ഒരു വണ്ടിയിൽ 2 പേര് വന്നിറങ്ങി. ഒരാളുടെ കയ്യിൽ ക്യാമറയുണ്ട്, മറ്റൊരാളുടെ കയ്യിൽ മൈക്കുണ്ട്. അപ്പോൾ ഈ ശബ്ദം കേട്ടിട്ട് അപർണ പുറത്തേക്ക് ഇറങ്ങി കാര്യം ചോദിച്ചപ്പോൾ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഞങ്ങൾ വരുന്നതെന്നും ആ യൂട്യൂബ് ചാനലിലെ എക്സ്ക്ലൂസീവ് വീഡിയോ കൊടുക്കാനായിട്ടാണ് ഞാൻ വന്നത്. ഇവിടെ 25 വർഷങ്ങൾക്ക് മുൻപ് രാധാമണി വാരസ്യാർ എന്ന് പറയുന്ന പെൺകുട്ടിയെ തമ്പി പീഡിപ്പിച്ചു എന്നും ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് അറിയാനും അതിനെപ്പറ്റി തമ്പിയോട് ചോദിക്കാനായിട്ടാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് കുറ്റപ്പെടുത്തി അയാളെ വഴക്ക് പറഞ്ഞ് അപർണ അവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് ശ്രമിച്ചു. മാത്രമല്ല ഒരുപാട് അപമാനിച്ചു. എന്നാൽ അയാൾ വീണ്ടും മോശമായിട്ടുള്ള രീതിയിൽ ഈ ഒരു ന്യൂസ് സോഷ്യൽ മീഡിയയിലോട്ട് പങ്കുവയ്ക്കുകയാണ്. എന്നാൽ ഇതെല്ലാം അറിഞ്ഞിട്ട് സങ്കടത്തോടു കൂടി അപർണ നിൽക്കുമ്പോഴും വസുന്ധരാമ അപർണയെ തടഞ്ഞു. അപർണയെ നീ മിണ്ടാതിരിക്കുക, നീ വഴക്കുണ്ടാക്കാതെ മിണ്ടാതിരിക്കുക, അവരെന്തെങ്കിലും ചെയ്തുകൊണ്ട് പോയിക്കോട്ടെ, നീ അത് കാര്യമാക്കേണ്ട കാര്യമില്ല. പക്ഷേ നീ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്ത് പ്രശ്നം വന്നാലും അത് നമ്മളെ ആയിരിക്കും ബാധിക്കാൻ പോകുന്നത്. അപർണയ്ക്കും വീടിന്റെ പുറത്തിറങ്ങി നടക്കാനായിട്ട് നാണക്കേടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഇനി അപർണ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. തന്റെ അച്ഛനെ തകർക്കാൻ നോക്കുന്ന ജാനകിയെ എന്ത് സംഭവിച്ചിട്ടാണെങ്കിലും ഈ കേസ് ജയിക്കും, ജാനകി ഇനി മരിച്ചാലും തനിക്ക് കുഴപ്പമില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോ അപർണയുള്ളത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ കഥ മുന്നോട്ട് പോകുന്നത്.
ഇത്രയും നാളും നമ്മൾ ഒട്ടും വിചാരിച്ചിരുന്നില്ല സൂര്യനാരായണനെ കുറിച്ചും ചില രഹസ്യങ്ങളുണ്ടെന്ന്. എന്നാൽ ആ രഹസ്യങ്ങൾ കൂടി തമ്പി തുറന്നു പറയാൻ വേണ്ടിയിട്ട് പോകുകയാണ്. ചില സൂചനകൾ മാത്രമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്നാൽ ആ രഹസ്യങ്ങൾ പുറത്തായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അളകാപുരി തന്നെ തകർന്നടിയും. ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ.